മരുഭൂമിയിലെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളെ സ്മരിച്ചുകൊണ്ട് ക്രൈസ്തവ ലോകം വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചു. ഇനിയുള്ള 50 ദിനങ്ങൾ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി പ്രത്യാശയുടെ ഈസ്റ്റർ ദിനത്തിലേക്കുള്ള കാത്തിരിപ്പാണ്. മനുഷ്യന്റെ മണ്ണിൽ നിന്നുള്ള ഉദ്ഭവവും മണ്ണിലേക്കുള്ള മടക്കയാത്രയും ഓർമ്മപ്പെടുത്തി നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് വിശ്വാസികൾ വിഭൂതിയിലൂടെ നോമ്പിലേക്ക് പ്രവേശിച്ചു. ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ വിഭൂതി തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ശുശ്രൂഷകൾക്ക് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചമ്പകശ്ശേരി, തൃശൂർ മതബോധന കേന്ദ്രം ഡയറക്ടർ ഫാദർ സൈജോ തൈക്കാട്ടിൽ, സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടാൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ തിരുകർമ്മങ്ങളിൽ പങ്കാളികളായി. കാക്കശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ അജിത് കൊള്ളന്നൂർ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ മാത്യൂസ് പാവറട്ടി, റെജിൻ ജോയ്, ഫ്രോഞ്ച ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി. പറപ്പൂർ സെന്റ് ജോൺ നെപ്പുംസ്യം ഫൊറോന ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി പുത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്രിസ്റ്റോ മഞ്ഞളി എന്നിവർ നേതൃത്വം നൽകി. ആഘോഷമായ പാട്ടുകുർബാനയും നടന്നു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി തോമസ് ഊക്കൻ എന്നിവർ വിശ്വാസികളുടെ നെറ്റിയിൽ ചാരം പൂശി. നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് 5-ന് കുരിശിന്റെ വഴി പ്രാർത്ഥന, ദിവ്യബലി, ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ 7 മണിക്ക് പാലയൂരിലേക്ക് ജാഗരണ പദയാത്ര എന്നിവ നടക്കും. ചടങ്ങുകൾക്ക് ട്രസ്റ്റിമാരായ VK ബാബു, സെബി താണിക്കൽ, KP പോളി, CK ഡേവിസ്, PRO ജോബ്സി ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. ഏനമാവ് കർമ്മലമാതാ ദേവാലയത്തിൽ വിഭൂതി ആചരണം നടന്നു. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം വിശ്വാസികളുടെ നെറ്റിയിൽ ചാരം പൂശി സൽപ്രവർത്തികൾ ചെയ്യാൻ ആഹ്വാനം ചെയ്തു. തൊയ്ക്കാവ് തിരുഹൃദയ ദേവാലയത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. രാവിലെ കുരിശിന്റെ വഴിയും കരുണയുടെ ജപമാലയും ആരാധനയും തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു. കുർബാനയ്ക്ക് ഫാദർ ലിൻഡോ കോന്നിക്കര മുഖ്യ കാർമ്മികനായി. വികാരി ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ സഹകാർമ്മികനായി. കൈക്കാരന്മാരായ ജോയ് പെരുമാടൻ, ഫ്രാൻസിസ് തലക്കോട്ടൂർ, ജോയ് പെരുമാടൻ മണ്ണുമ്മൽ എന്നിവർ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി.